എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളായിട്ട് ഇപ്പം അൻസാരി ഉസ്താദിനെ പറ്റി കുറേയധികം ന്യൂസും കാര്യങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മെയിനായിട്ട് ഒന്നുണ്ടെങ്കിൽ ഈ ഒരു ഓണത്തിനെ പറ്റി ഉസ്താദിനെ വിളിച്ച് സംസാരിച്ച ഒരു വ്യക്തിയെടുത്ത് പറഞ്ഞ കാര്യങ്ങൾ കുറേയധികം ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ വേറൊരു ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു അൻസാരി ഉസ്താദ് ഉണ്ടെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടിക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇൻ്റർവ്യൂ നടത്തിയ പെൺകുട്ടിക്കെതിരെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കരമായിട്ട് ചർച്ചയാവുകയും ആ ഒരു പെൺകുട്ടി തിരിച്ച് ഒരു അൻസാരി ഉസ്താദിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടോപ്പിക്ക് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വിഷയത്തിൽ ഞാനൊരു ഫുൾ ഡീറ്റെയിൽ ആയിട്ട് രണ്ട് കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതാണ്. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. സോ നിങ്ങളിത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ അൻസാരി ഉസ്താദ് പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? രണ്ട് കാര്യത്തിലും അതോ ഒരു കാര്യത്തിൽ മാത്രമേ യോജിക്കുന്നുള്ളൂ എന്നുള്ളതൊക്കെ അത് പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. സോ ഫസ്റ്റ് ടോപ്പിക്ക് തന്നെ എടുക്കാം. ഇൻ്റർവ്യൂവിൻ്റെ കാര്യമാണ് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊല്ലം തുളസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ചാനലുണ്ടെങ്കിൽ ആ ഒരു ചാനലിൽ ഒരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു ആങ്കറായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ കുറേയധികം ടോപ്പിക്കൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അൻസിബയും ടിനി ടോമും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സംസാരമായ സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് താങ്കൾക്കതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ള രീതിയിലൊക്കെ കൊല്ലം തുളസി എടുത്ത് ഈ ഒരു ആങ്കർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആങ്കറിൻ്റെ അടുത്ത് തിരിച്ച് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, കുറേയധികം പേര് ഈ ഒരു വിഷയത്തിൽ കുറേയധികം രീതിയിലൊക്കെയാണ് എടുക്കുന്നത്. മെയിനായിട്ട് ടിനി ടോം ഉണ്ടെങ്കിൽ അൻസിബയെ ജിഹാദി എന്നുള്ള രീതിയിലൊക്കെ വിളിച്ചു എന്നുള്ളതാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊക്കെ അറിയാമോ? ഞാനുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി കുറേയധികം മുസ്ലിംസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. ജിഹാദി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പേരും തെറ്റായിട്ടാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിംസിൽ കൂടുതൽ പേർക്ക് പോലും ഇതിനെപ്പറ്റി അറിയത്തില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു കൊല്ലം തുളസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഈ ഒരു ആങ്കറിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിക്കും, നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ഒരു ജിഹാദി എന്ന് പറഞ്ഞാൽ? അവിടുത്തെ ഈ ഒരു ആങ്കർ പറയുന്നതുകൊണ്ടാണ് ഇത് കണക്കൊരു വയലൻ്റായിട്ടുള്ള രീതിയിൽ അവരുടെ വിശ്വാസത്തെ കൂടുതൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ എന്നുള്ള രീതിയിലാണ് ആ ഒരു ആങ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് കൊല്ലം തുളസി പറഞ്ഞ അങ്ങനെയല്ല, ഞാനുണ്ടെങ്കിൽ കുറേയധികം മുസ്ലിംസിൻ്റെ അടുത്തൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ പേര് ഇപ്പം താൻ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ജിഹാദി എന്നുള്ളൊരു കാര്യം കൂടിയായിരുന്നു ഈ ഒരു കൊല്ലം തുളസി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആശയമുണ്ടെങ്കിൽ അതിൽ അടിയുറച്ച് നിൽക്കുക, അതിൽ നിന്ന് ചേഞ്ച് ഇല്ലാതെ നിൽക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ജിഹാദി എന്നുള്ളതാണ് എന്നാണ് ഈ ഒരു കൊല്ലം തുളസി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കേട്ട സമയത്ത് ഒരു ആങ്കറോ അതെനിക്ക് അറിയത്തില്ലായിരുന്നു, താങ്കളിപ്പം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നുള്ള രീതിയിൽ ഒരു ആങ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സംസാരിച്ച ഒരു ക്ലിപ്പ് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമൊക്കെ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു അൻസാരി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു അൻസാരി ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കൊല്ലം തുളസി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹമാണ് കൂടുതൽ ബാക്കിയുള്ള മുസ്ലിംസിനേക്കാൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു ആക്ടറിന് മുമ്പിലിരിക്കുന്ന മുസ്ലിം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പെൺകുട്ടി ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. കുറേയധികം പേര് ഇതൊന്നും അറിയാതെ ഉണ്ടെങ്കിൽ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ കുറേയധികം പേര് ഇത് മുസ്ലിംസിനെതിരെയൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ യഥാർത്ഥ സത്യം എന്താണെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ തന്നെ കെട്ടിപ്പിടിച്ചേനെ. പിന്നെ ആ ഒരു ആങ്കറിനെതിരെ ഇതേ കണക്ക് ഈ ഒരു അൻസാരി ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ചിട്ട് പോയി ഒരു ആങ്കറിങ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ ഒന്നും അറിയാതെ ചെന്നിരുന്ന് ഇതുപോലെ ചെയ്യരുത്, അതും നിങ്ങളൊരു മുസ്ലിമായിട്ട് ഇങ്ങനെ സംസാരിച്ച ഒട്ടും ശരിയായിട്ടില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു അൻസാരി ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞതിന് പിന്നാലെ ഉണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിക്കെതിരെ കുറേയധികം സൈബർ ബുള്ളിങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് ഈ ഒരു അൻസാരി ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും പോയിട്ട് ഇവരുടെ ഈ ഒരു ആങ്കർ പെൺകുട്ടിയുടെ ഫേസ്ബുക്കും അതുപോലെ തന്നെ മറ്റുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ പോയിട്ട് നെഗറ്റീവായിട്ടുള്ള കമൻസ് ഒക്കെ ഇടുന്നത്, നീയൊക്കെ മുസ്ലിമാണോ, എന്താണ് നീയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്, നിനക്കൊന്നും അറിയത്തില്ലേ, പിന്നെ എന്തിനാണ് നീ ഇത്രയും നാൾ ജീവിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുറേയധികം നെഗറ്റീവ് കമൻസും വളരെ മോശമായിട്ട് ചിലവരൊക്കെ ഇത് കണക്ക് ഇവളുടെ അച്ഛൻ ഇപ്പം വിചാരിക്കുന്നുണ്ടായിരിക്കും അന്ന് വാഴ വെച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കുറേയധികം നെഗറ്റീവ് കമൻസൊക്കെ വരുന്നുണ്ടായിരുന്നു. ഈ വന്ന നെഗറ്റീവ് കമൻസ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഈ ഒരു പെൺകുട്ടി തന്നെ ഇതിന് മറുപടിയായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കാര്യങ്ങളും ടോപ്പിക്കും ഒക്കെ
സംസാരിച്ചതിന് ശേഷം എനിക്കെതിരെ കുറേയധികം നെഗറ്റീവ് കമൻസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെയാണ് ഈ ഒരു അൻസാരി ഉസ്താദിൻ്റെ ആ ഒരു വീഡിയോ കൂടി കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കണ്ട സമയത്ത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ അറിയത്തില്ല. എനിക്ക് എൻ്റെ ഫ്രണ്ട്സോ കാര്യങ്ങൾ അങ്ങനെയൊന്നും ആർക്കും ഇതിനെപ്പറ്റി ഒന്നും അത്രയ്ക്ക് അറിയത്തില്ലായിരുന്നു. ഞാനുണ്ടെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാനത് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്കറിയാത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ അതിനെ എതിർക്കാൻ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ അതിനല്ല എന്നൊന്നും പറയാനോ അങ്ങനെയൊന്നും പോയിട്ടില്ലായിരുന്നു. പക്ഷേ അത് ഞാൻ വളരെ മാന്യമായിട്ട് കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ കുറേയധികം പേരുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് എനിക്കെതിരെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അൻസാരി ഉസ്താദ് ഇത് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, താങ്കളൊരു ഉസ്താദാണ്. ഉസ്താദ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കുകയും അവരെ വേദനിപ്പിക്കാതെ സംസാരിക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ്. അതിന് പകരം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ല ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ കാര്യത്തിൽ വന്നപ്പോഴത്തേക്കും നിങ്ങളെ പറഞ്ഞ രീതിയൊക്കെ മുസ്ലിമാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ച ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ എത്രയോ പേര് എനിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. താങ്കൾ അത് കണക്ക് പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണമായിരുന്നു. ഒരിക്കലും ഒരു മുസ്ലിം ഇങ്ങനെ ചെയ്തില്ല. പ്രത്യേകിച്ച് ഉസ്താദിനെ പോലെയൊക്കെ ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഇത് കണക്ക് എനിക്കെതിരെ സംസാരിക്കുമ്പോൾ അത് വളരെ മോശമായെന്നുള്ള രീതിയിലും ഞാനുണ്ടെങ്കിൽ എനിക്കറിയാത്തൊരു കാര്യമാണ്. അത് അദ്ദേഹം വന്ന സമയത്ത് ഞാനത് കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഒരിക്കലും ഞാൻ ഒരു മോശമായിട്ടൊന്നും തന്നെ അതിൽ സംസാരിച്ചിട്ടില്ല. എനിക്കറിയാത്ത കാര്യമൊന്നല്ലേ പറഞ്ഞോളൂ. അതിന് താങ്കൾ ഇങ്ങനെ പ്രതികരിച്ചത് ശരിയായില്ല എന്നുള്ള രീതിയിൽ ഒരു ആങ്കർ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയ്ക്ക് പിന്നാലെ ആ ഒരു പെൺകുട്ടിക്കെതിരെ സൈബർ ബുള്ളിങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇതേ കണക്ക് അൻസാരി ഉസ്താദ് പറഞ്ഞതാ ശരി, എന്തിനാണ് താൻ പിന്നെ ഇതേ കണക്ക് വീഡിയോ പിന്നെയും ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ നെഗറ്റീവ് തന്നെയാണ് കമൻസൊക്കെ വന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനെപ്പറ്റി കുറേ നോക്കിയ സമയത്തുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഈ ഒരു ജിഹാദി എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ, കൊല്ലം തുളസി പറഞ്ഞ കണക്കോ അല്ലെങ്കിൽ ഈ ഒരു അൻസാരി ഉസ്താദ് പറഞ്ഞ കണക്കോ ഒന്നും അല്ല എന്നാണ് ഞാനതിൽ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത്. അത് ആ ഒരു ആങ്കർ പറഞ്ഞതിനോട് സമാനമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. കുറച്ചുകൂടി വയലൻസ് അങ്ങനത്തെ ഉള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു ടേം യൂസ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് പറയുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഇനി അതിൽ എന്തായാലും ഞാൻ സെർച്ച് ചെയ്തപ്പം എനിക്ക് കണ്ടത് ഒരു ആങ്കർ പറഞ്ഞതിനോടാണ് കൂടുതൽ ആ ഒരു അർത്ഥം വന്നേക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇതേ കണക്ക് ഇതിൽ നോക്കിയാൽ മതി, ജസ്റ്റ് ഒന്ന് മനസ്സിലാവും എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഞാനതൊന്ന് ചെക്ക് ചെയ്യുന്നതാണ്. സോ എൻ്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ അത് തിരുത്താവുന്നതാണ്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിത് ഇങ്ങനെ ChatGPTയിലൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് ഇത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആ ഒരു ആങ്കർ പറഞ്ഞ രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് ഓക്കെ, അതവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പെൺകുട്ടി ഇതേ കണക്ക് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് എനിക്കറിയത്തില്ല, അത് കേട്ടുകൊണ്ടിരുന്നതാണ്, എനിക്കെപ്പോഴാണ് മനസ്സിലായെന്നുള്ളത്. അത് ആ ഒരു പെൺകുട്ടി ഓക്കെ, ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തത് ആ പറഞ്ഞതിൽ തെറ്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അത് അറിയാത്ത കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്തുണ്ട്. എല്ലാ കാര്യങ്ങളും അറിയണം എന്ന് നിർബന്ധമൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഈ ഒരു ആങ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം, ഉസ്താദ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പെരുമാറിയത് അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിച്ചത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത്. ഉസ്താദിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴത്തേനും ഇങ്ങനെ പറഞ്ഞ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കറക്റ്റായിട്ടുള്ള രീതി പറയുന്നു, ഇത് കണക്ക് മുസ്ലിമായിട്ടുള്ള പെൺകുട്ടി ഇതിനെപ്പറ്റി അറിയാതെ അങ്ങനെ സംസാരിക്കുന്നു, അത് ആങ്കറിങ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുറച്ച് കറക്റ്റായിട്ട് പഠിച്ചിട്ട് വന്ന് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നത് തെറ്റുണ്ട് എന്നുള്ളതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം ആ രീതിയിൽ പ്രതികരിച്ചതിനോട് തെറ്റില്ല. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അൻസാരി ഉസ്താദ് ആ ഒരു പ്രതികരിച്ച സമയത്ത് കുറച്ച് ആ ഒരു സംസാര ടോൺ കുറച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കാരണം അദ്ദേഹം കുറച്ച് ടോൺ ഹൈ ആയിട്ടൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് കുറച്ചത് ആ ഒരു പെൺകുട്ടിക്കെതിരെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന രീതിയിൽ തോന്നും. അത് കണ്ടിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം പേരൊക്കെ ഉണ്ട്. അവരുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിക്കെതിരെ നെഗറ്റീവായിട്ട് കമൻസും കാര്യങ്ങളൊക്കെ ഇടാൻ പോകും. അത് അങ്ങനെ ഒരു കാര്യം അദ്ദേഹം ചിന്തിച്ചിട്ട് നേരത്തെ അങ്ങനെ ഒരു ചെയ്യേണ്ട, അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടി ഇതേണക്ക് അറിയത്തില്ലെങ്കിൽ ഒന്ന് ഇതിനെപ്പറ്റി മനസ്സിലാക്കുക എന്ന് പറഞ്ഞിരുന്നാൽ മതി എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരികയോ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് അത് വിഷമമാവുകയോ ഇത്രമാത്രം സൈബർ ബുള്ളിങ് ഒന്നും വരത്തില്ല എന്നുള്ളത് തോന്നി. കാരണം കുറേയധികം പേര് വന്നിട്ട് അച്ഛനെ അമ്മ വീട്ടിൽ ഇരിക്കുന്നവരെയൊക്കെ ഈ ഒരു പെൺകുട്ടിയുടെയൊക്കെ പറയുകയാണ്. അപ്പോൾ അവർക്ക് എന്തുമാത്രം ആ ഒരു വീഡിയോ ഇങ്ങനെ കമൻസൊക്കെ വരുമ്പം വേദനിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത് എല്ലാവർക്കും അങ്ങനെ നെഗറ്റീവ് കമൻസ് ഒന്നും ആ രീതിയിൽ പറ്റണം എന്നില്ല. കാരണം അത് വീട്ടുകാരെയൊക്കെ പറയുമ്പോഴത്തേന് അൻസാരി ഉസ്താദ് പറഞ്ഞതൊന്ന് നോക്കി പറഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു ഈ ഒരു ടോപ്പിക്കാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, അൻസാരി ഉസ്താദ് ഉണ്ടെങ്കിൽ ഒരു സംഭാഷണമാണ് ഇപ്പോൾ സംസാരം ആയിക്കൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു വ്യക്തി വിളിച്ചിട്ട് ഈ ഒരു ഓണത്തിനെ പറ്റി
അൻസാരി ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുസ്ലിംസ് ഒന്നും അങ്ങനെ ആഘോഷിക്കരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഇപ്പോഴും അഭിപ്രായം എന്നറിയാനാണ് താൻ വിളിച്ചതെന്ന് ചോദിച്ചിട്ടാണ് ഒരാൾ ഈ ഒരു അൻസാരി ഉസ്താദിനെ വിളിച്ച് സംസാരിക്കുന്നത്. ആ ഒരു വോയിസ് കോൾ റെക്കോർഡിംഗ് ആണ് പുറത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് അൻസാരി ഉസ്താദ് പറയുന്നത് ഞാൻ ഒന്നിനും എതിരോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞൊരു ട്രൂ ആയിട്ടുള്ള മുസ്ലിം ഉണ്ടെങ്കിൽ നിങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതേണക്ക് ഓണോ കാര്യങ്ങളോ ഒന്നും ആഘോഷിക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏതിലും ഇപ്പോൾ ഓണം ആഘോഷിക്കുന്നവരുണ്ടാവാം, അതിനൊന്നും എതിരോ അല്ലെങ്കിൽ അങ്ങനെ ഓണം ആഘോഷിക്കേണ്ട എന്നൊന്നുമല്ല പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പം ഇതിൽ ദൈവത്തിൽ ഞങ്ങളുടെ മതത്തിൽ വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആരെങ്കിലുമൊക്കെ ഇതാണെങ്കിൽ മുസ്ലിം കുറേയധികം പേര് ഇത് കണക്ക് ഓണം ആഘോഷിക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് അങ്ങനെ ആഘോഷിക്കാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഞാൻ എതിർപ്പോ അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഡാൻസ് കളിച്ചുകൂടാ എന്നുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നിട്ട് പോലും പലരും ഡാൻസ് കളിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ആഘോഷിക്കാം, ആഘോഷിക്കാതിരിക്കാം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത്, ഞാൻ പറഞ്ഞത് എൻ്റെ മതത്തിലുള്ള ആ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതെല്ലാവരും ഫോളോ ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളതാണ് ആ ഒരു അൻസാരി ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പറഞ്ഞ കാര്യത്തിനോട് ആ ഒരു വിളിച്ച വ്യക്തി ഉണ്ടെങ്കിൽ തിരിച്ചിങ്ങനെ മറുപടിയും കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നുള്ള രീതിയിൽ. നിങ്ങളുടെ അറബ് രാജ്യത്തുള്ള അവിടുത്തെ ഏതോ ഒരു രാജാവ് ഇതേ കണക്ക് ഓണം ആഘോഷിച്ചിട്ട് ആ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അൻസാരി ഉസ്താദ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ആ ഒരു രാജാവല്ല മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു മതത്തിൻ്റെ മെയിനായിട്ടുള്ളത്. അതുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും വിശ്വാസമുണ്ട്. ഇപ്പോൾ അദ്ദേഹം മുസ്ലിം മതത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ അദ്ദേഹത്തിനെതിരെയും പറയും. അങ്ങനെ ഒരു വ്യക്തിയൊന്നുമല്ല മുസ്ലിം മൊത്തത്തിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, ഞങ്ങളൊന്നും എതിരല്ല. പക്ഷേ ഞാൻ ആഘോഷിക്കുകയല്ലെങ്കിൽ മുസ്ലിംസായിട്ട് മുസ്ലിം വിശ്വാസമുള്ളവർ അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ള മതത്തിനെതിരെ എതിരാണെന്നോ അങ്ങനെയൊന്നുമല്ല. ഞാനുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ മുസ്ലിംസിലുള്ള ആരെങ്കിലും ഇത് കണക്ക് മറ്റു മതത്തിനെയൊക്കെ താഴെ അടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ അതിനെതിരെ പ്രതികരിക്കുക. എല്ലാവർക്കും അവരവരുടെ മതത്തിൽ വിശ്വസിക്കാനുള്ള അധികാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തേന് നിങ്ങൾക്ക് അല്ലാതെ ഇതിനെ ഒരു മതത്തിൽ വിശ്വസിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനും അവകാശമുണ്ട്. അപ്പം ഞാനുണ്ടെങ്കിൽ എൻ്റെ മതത്തെ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഉള്ളവരിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അതിൽ വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, വേണ്ടാത്തവർക്ക് വേണ്ട. ഞാൻ ഒരിക്കലും ആരും ഇതേ കണക്ക് വന്നിരുന്നിട്ട് അങ്ങനെ ചെയ്യാതെ ആരെങ്കിലും ഇതേ കണക്ക് ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ എതിർക്കുക അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ വിശ്വാസം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിനുള്ള അവകാശം എനിക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുമ്പോൾ പോലും ഞാനത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ അതേ കണക്ക് ഞാൻ എല്ലാ മതത്തെയും ബഹുമാനിക്കുന്നു എന്നുള്ളത് മാത്രം കൊണ്ടാണ് എന്നതും അൻസാരി ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വോയിസ് ക്ലിപ്പൊക്കെ പുറത്ത് വന്നതിന് ശേഷം കുറേയധികം പേര് ഇദ്ദേഹത്തിനെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം പറയുന്ന കണക്കല്ല ഓണം ഈ ഒരു കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഉത്സവമാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് ഈ ഒരു ഉസ്താദ് പറഞ്ഞതാണ് കറക്റ്റായിട്ടുള്ളൊരു കാര്യം. ഉസ്താദ് ഒരിക്കലും മറ്റൊരു മതത്തെയോ അല്ലെങ്കിൽ ഇതുപോലെ ഓണത്തിനെ ഒന്നും അപമാനിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ആ ഒരു വിഷയത്തിൽ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഉസ്താദ് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതേ കണക്കാണ് വിശ്വസിക്കുന്നത്, ഞങ്ങളുടെ മതത്തെ വിശ്വസിക്കുന്ന ആൾക്കാരിലേക്ക് ഞാൻ എനിക്കുള്ള അഭിപ്രായങ്ങളും ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് ആഘോഷിക്കാം, ആഘോഷിക്കാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ കാര്യം മാത്രമാണെന്നാണ് അൻസാരി ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരിക്കലും ആരെയും ഫോഴ്സ് ചെയ്യുന്നതൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു, അത് നിങ്ങൾക്ക് എടുക്കാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണെന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ളൊരു കാര്യം. അത് അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കുറേയധികം പേര് അദ്ദേഹത്തിനെതിരെ നെഗറ്റീവായിട്ട് കമൻസ് ഇടുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം കൂടെ ആണല്ലോ. അപ്പോൾ ഇതെല്ലാം നോർമലി നടക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇതായിരുന്നു ഇപ്പം അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു മെയിനായിട്ട് സംസാരിക്കുന്ന 2 ടോപ്പിക്കായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ എന്താണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് ഫുള്ളായിട്ട് യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ യോജിക്കുന്നില്ലേ? അൻസാരി ഉസ്താദ് പറഞ്ഞതിൽ ഏതാണ് നിങ്ങൾ ശരിയായിട്ട് തോന്നിയത് എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക. അതെല്ലാം മാന്യമായിട്ട് പറയുക. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അദ്ദേഹം ടോണിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് വളരെ മാന്യമായിട്ട് പറയും. നമുക്കത് മനസ്സിലാവാൻ പറ്റും. അടുത്ത ആവശ്യം നമ്മൾ ചെയ്യുമ്പോഴത്തേന് അതിനെ കുറച്ചുകൂടി കൺസിഡർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അത് പറയാനുള്ളത് മാന്യമായിട്ട് പറയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.